നമ്മുടെ എല്ലാവരുടെയും വീട്ടില് ഇതുപോലത്തെ ചായപാത്രം ഉണ്ടാവും അല്ലെ. അപ്പൊ നമുക്കിന്ന് ചായപാത്രം കൊണ്ടിട്ട് നമ്മളൊരു അടിപൊളി സ്നാക്സ് ആണ് ഉണ്ടാക്കുവാൻ പോകുന്നത്. ആദ്യമേ നമുക്ക് ഈ ചായപാത്രത്തില് കുറച്ച് ഓയിലൊന്ന് പുരട്ടി കൊടുക്കണേ. അപ്പൊ ഞാൻ എല്ലാ ഭാഗത്തും കുറച്ച് ഓയിൽ ഇങ്ങനെ ഒന്ന് പുരട്ടുവാണ്. എല്ലാ ഭാഗത്തും ഓയിൽ പുരട്ടി കഴിഞ്ഞു. ഇനി കുറച്ചതിലേക്ക് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് മൈദപ്പൊടി ഇങ്ങനെ എല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കൊടുക്കണേ. ഇതേ പാത്രത്തിന്റെ എല്ലാ ഭാഗത്തും നമ്മളിങ്ങനെ മൈദപ്പൊടി ആക്കി എടുത്തു. ബാക്കിയുള്ളത് ഇങ്ങനെ ഒന്ന് കൊട്ടിക്കളയും. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു ബിസ്ക്കറ്റ് ആണ്. അപ്പൊ ഏതെങ്കിലും ഒരു ചോക്ലേറ്റിന്റെ ബിസ്ക്കറ്റ് എടുക്കുക. ഇനി നമുക്ക് ഇത് മിക്സിയിലൊന്ന് പൊടിച്ച് എടുക്കണം. അപ്പൊ നന്നായിട്ട് ഇത് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറേശ്ശെയായിട്ട് പാല് ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമ്മൾ ഇത് നന്നായിട്ടൊന്ന് പാല് ചേർത്ത് മിക്സ് ചെയ്തെടുത്തു. ഇപ്പൊ മിക്സ് ചെയ്യുമ്പോൾ കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണേ. ഓക്കെ, അതുപോലെ തന്നെ നല്ല കട്ടിക്ക് നമുക്ക് ഈ ബാറ്റർ ഒന്ന് തയ്യാറാക്കി എടുക്കണം. പാല് കൂടി പോവരുത്. ഇനി നമുക്ക് ഈ ചായപാത്രത്തിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് കൊട്ടിക്കൊടുത്ത് അതിന്റെ ആ ബബിൾസ് ഒക്കെ ഒന്ന് കളയാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ബദാം ഇങ്ങനെ ഒന്ന് നടുവേ ഒന്ന് രണ്ടാക്കി എടുത്തിട്ടുണ്ട്. അത് ഇതിന്റെ മീതെ ജസ്റ്റ് ഒന്ന് ഗാർണിഷിന് വേണ്ടി ഒന്ന് വെച്ച് കൊടുക്കുവാണ്. അപ്പൊ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തു. ഇനി ഒന്ന് സ്റ്റൗ ഓൺ ചെയ്യുക. അതിന്റെ മീതെ ഞാനൊരു ദോശപാത്രം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പ് പൊടിക്ക് പകരം മണ്ണാണെങ്കിലും മതി. അതൊന്ന് നിരത്തി കൊടുക്കുക. ഉപ്പ് വിതറിയതിനു ശേഷം ഇനി ഫ്ലെയിം ഹൈയിൽ വെക്കുക. ഇനി ഇതുപോലത്തെ ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ കേക്കിന്റെ ബാറ്റർ ഇതിന്റെ മീതെ ഇങ്ങനെ വെക്കാൻ പോവുകയാണ്. ഇനി ഒരു മൂടിപ്പാത്രം വെച്ചിട്ട് ഇത് നല്ല ടൈറ്റ് ആയിട്ടൊന്ന് മൂടി വെക്കുക. ഇനി ഫ്ലെയിം നമുക്ക് കുറച്ച് വെക്കാം. വേണമെങ്കിൽ നമുക്ക് ഈ മൂടിയുടെ മീതെ കുറച്ച് വെയിറ്റ് ഒന്ന് കയറ്റി വെക്കാം. ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഇങ്ങനെ ഒന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കാം, ഇത് റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പൊ ഞാനൊരു കത്തി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുവാണ്. കുക്കായിട്ടില്ല, കത്തിയിൽ ഇങ്ങനെ പറ്റി പിടിക്കുന്നുണ്ട്. അപ്പൊ ഒരു 10 മിനിറ്റും കൂടി കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കിത് വീണ്ടും ഒന്ന് കുത്തി നോക്കാം. ഇതാ കത്തിയിൽ ഇങ്ങനെയൊന്ന് പറ്റി പിടിക്കുന്നില്ല. അതിനർത്ഥം ഇത് റെഡിയായെന്നാണ്. എല്ലാ ഭാഗത്തും ഒന്ന് കുത്തി നോക്കുക. കറക്റ്റ് നടുക്കായിട്ടൊന്നാണ് കുത്തി നോക്കേണ്ടത്, എന്നാലേ നമുക്കിത് മനസ്സിലാവൂ. അപ്പൊ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമുക്കിനി ഈ ചായപാത്രം താഴത്തേക്ക് ഒന്ന് ഇറക്കി വെക്കാം. ഇനി ഇത് ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മള് ചായപാത്രത്തിൽ ഉണ്ടാക്കിയ കേക്കിന്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. നമുക്കിനി അതൊരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റാമേ. നമ്മുടെ കേക്ക് റെഡിയാണ്. അപ്പൊ അതെ നമ്മള് ഉണ്ടാക്കിയ കേക്ക് റെഡിയാണ്. ഇപ്പോഴും പിള്ളേര് ബിസ്ക്കറ്റ് മാത്രമല്ലേ കഴിക്കാം. ഇന്നിപ്പോ ഒരു വെറൈറ്റി ആയിക്കോട്ടെ. നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ കേക്ക് കണ്ടല്ലോ, ഞാനിപ്പോൾ ഒരു പീസ് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു പഞ്ഞിപ്പ് കണ്ടല്ലോ, നല്ല പഞ്ഞിപ്പാണ്. ബിസ്ക്കറ്റ് മാത്രം മതി, പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡയും പിന്നെ കുറച്ച് പാലും. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്യേ. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്